പെരിന്തൽമണ്ണ തെരഞ്ഞെടുപ്പ് കേസിൽ മുസ്ലിം ലീഗ് എംഎൽഎ നജീബ് കാന്തപുരത്തിന് ആശ്വാസം. നജീബ് കാന്തപുരത്തിന്റെ വിജയം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് LDF സ്ഥാനാർത്ഥി KP മുഹമ്മദ് മുസ്തഫ നൽകിയ ഹർജി ഹൈക്കോടതി തള്ളി. കോടതി വിധി സന്തോഷകരമെന്ന് നജീബ് കാന്തപുരം MLA പ്രതികരിച്ചു. പെരിന്തൽമണ്ണയിൽ നജീബ് കാന്തപുരം വിജയിച്ചത് 38 വോട്ടുകൾക്കാണ്. സാങ്കേതിക കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി 348 പോസ്റ്റൽ വോട്ടുകൾ എണ്ണിയിരുന്നില്ല. ഇതിൽ 263 എണ്ണം പൊതുജനങ്ങളുടേതും 85 എണ്ണം സർക്കാർ ഉദ്യോഗസ്ഥരുടെയും വോട്ടുകളായിരുന്നു. ബാലറ്റിന് പുറത്ത് ഒപ്പും സീലും ഇല്ലാത്തതുകൊണ്ടാണ് വോട്ടുകൾ എണ്ണാതിരുന്നത്. എന്നാൽ പൊതുജനങ്ങളുടെ വോട്ടെങ്കിലും എണ്ണണമെന്നും ഉദ്യോഗസ്ഥരുടെ വീഴ്ചയാണ് അസാധുവാകാൻ കാരണമെന്നുമായിരുന്നു എതിർ സ്ഥാനാർത്ഥി KP മുഹമ്മദ് മുസ്തഫ ഹൈക്കോടതിയിൽ നൽകിയ ഹർജിയിലെ ആവശ്യം. എന്നാൽ ഹർജി ഹൈക്കോടതി തള്ളി. റിട്ടേണിംഗ് ഓഫീസറുടെ അധികാരത്തിൽ കോടതി ഇടപെട്ടില്ല. കോടതി വിധി സന്തോഷം നൽകുന്നുവെന്ന് നജീബ് കാന്തപുരം MLA. കേസിന്റെ ഓരോ ഘട്ടത്തിലും ആത്മവിശ്വാസം ഒട്ടും ചോരാതെയാണ് ഞാൻ നിന്നിട്ടുള്ളത്. കാരണം സത്യമുണ്ട് എന്ന ഉറപ്പ് എനിക്കുണ്ടായിരുന്നു. ജനങ്ങളുടെ പിന്തുണ എനിക്ക് ലഭ്യമായിട്ടുണ്ട് എന്ന ഉറച്ച വിശ്വാസം ഉണ്ടായിരുന്നു. അവരുടെ പ്രാർത്ഥനയുടെ ഏറ്റവും വലിയ ഫലമായിട്ട് ഞാൻ ഈ തെരഞ്ഞെടുപ്പ് വിജയത്തെ കാണുകയാണ്, വിധിയെ കാണുകയാണ്. കോടതി വിധി ദൗർഭാഗ്യകരമെന്ന് CPIM മലപ്പുറം ജില്ലാ സെക്രട്ടറി EN മോഹൻദാസ് പറഞ്ഞു. ആർക്കാണ് വോട്ട് ചെയ്തത് എന്നുള്ളത് ആ ബാലറ്റ് പൊട്ടിക്കുമ്പോഴേ അറിയുള്ളൂ. പക്ഷെ അത് വളരെ ന്യായമായ ഒരു പൗരൻ്റെ ജനാധിപത്യ അവകാശമാണ് നിർഭാഗ്യകരമായി കോടതിയുടെ ഈ വിധിയിലൂടെ ഇല്ലാതായിട്ടുള്ളത്. പെരിന്തൽമണ്ണ തെരഞ്ഞെടുപ്പ് കേസിൽ ഹൈക്കോടതി വിധി ആഹ്ലാദകരമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പ്രതികരിച്ചു. സത്യം വിജയിച്ചെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞു. 24 മലപ്പുറം.